ബ്ലൂ മൗണ്ടൻസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രി ആരംഭം. ഇന്നത്തെ ദിവസം നമ്മൾ ആരാധിച്ചു പോരുന്ന ദേവി ശൈലപുത്രി ദേവിയെയാണ്. ദക്ഷ പ്രജാപതി എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് സതി ദേവി എന്നായിരുന്നു. സതി ദേവിക്ക് ശിവഭഗവാനോട് വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ അവരുടെ സ്നേഹത്തിനൊടുവിൽ അവർ രണ്ടുപേരും വിവാഹിതരായി. ഒരു ദിവസം ദക്ഷ പ്രജാപതി ഒരു വലിയ യജ്ഞം, ഒരു മഹായജ്ഞം നടത്താനായി തീരുമാനിച്ചു. എല്ലാ ദേവാദി ദേവകളെയും ക്ഷണിച്ചുകൊണ്ടായിരുന്നു ആ ഒരു യജ്ഞം അദ്ദേഹം നടത്താൻ ഉദ്ദേശിച്ചത്. സതീദേവി തൻ്റെ അച്ഛനോട് ചോദിച്ചു, എൻ്റെ ഭർത്താവായ ശിവഭഗവാനെ താങ്കൾ ക്ഷണിച്ചോ എന്ന്. അദ്ദേഹം വളരെയധികം പരിഹാസത്തോടുകൂടി പറഞ്ഞു, ശിവനെ പോലെ ഇത്രയും വിചിത്രനായ ഒരാളെ ഞാൻ ഈ യജ്ഞത്തിലേക്ക് ക്ഷണിക്കില്ല എന്ന് ആക്ഷേപിച്ച് പറയുകയും ചെയ്തു. ഇത് കേട്ട് സതീദേവിക്ക് വളരെയധികം വിഷമമുണ്ടായി. കരഞ്ഞുകൊണ്ട് തൻ്റെ പതിയെ ക്ഷണിക്കാനായി അവൾ വീണ്ടും അച്ഛനോട് അപേക്ഷിച്ചു. അത് നിരസിച്ചതിനാൽ അവിടെ എരിഞ്ഞുകൊണ്ടിരുന്ന ആ മഹായാഗകുണ്ഡത്തിലേക്ക് ചാടി ജീവത്യാഗം ചെയ്യുകയാണ് സതീദേവി ചെയ്തത്. അങ്ങനെ വളരെയധികം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഹിമാലയ പർവ്വതത്തിൻ്റെ പുത്രിയായി വീണ്ടും സതീദേവി ജന്മം കൊണ്ടു. ഈ ജന്മത്തിലും ശിവഭഗവാനോട് വളരെയധികം ഇഷ്ടവും അതുപോലെ ആരാധനയും സതീദേവിക്ക് ഒരു പ്രത്യേകതയായിരുന്നു. ഒരു ദിവസം ശൈലപുത്രി പിതാവിനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വീണ്ടും ശിവഭഗവാനെ തന്നെ ഭർത്താവായി ആഗ്രഹിക്കുന്നു. അച്ഛൻ മറുപടിയായി പറഞ്ഞു, മകളെ, നീ തപസ് ചെയ്താൽ ശിവൻ നിന്നെ സ്വീകരിക്കും. അങ്ങനെ ശൈലപുത്രി വർഷങ്ങളോളം തപസ് ആരംഭിച്ചു. അവൾ മലമുകളിലിരുന്നു കൊണ്ട് ഭക്ഷണം പോലും കഴിക്കാതെ ശിവഭഗവാനെ ധ്യാനിച്ചു. അവളുടെ സ്നേഹവും സത്യവും കണ്ട ശിവഭഗവാൻ സന്തോഷിച്ചു. ശിവൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ശൈലപുത്രി, നീ എൻ്റെ അനുയോജ്യയായ ഭാര്യയാണ്. ഞാൻ നിന്നെ വീണ്ടും സ്വീകരിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും ഒന്നായി. ശൈലപുത്രി ദേവിയുടെ പ്രത്യേകതകൾ: ഋഷഭത്തിൽ ആണ് ഈ ദേവി സഞ്ചരിക്കുന്നത്. ഒരു കൈയിൽ ത്രിശൂലവും മറ്റേ കൈയിൽ താമരപ്പൂവും അതുപോലെ ശിരസിൽ അർദ്ധചന്ദ്രഗോളവും നമുക്ക് ദർശിക്കാം. ഈ ദേവിയെ ആരാധിക്കുമ്പോൾ ആത്മവിശ്വാസം, ധൈര്യം, മനസ്സമാധാനം എല്ലാം ഭക്തർക്ക് കൈമുതലാവുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. താങ്ക് യു.